ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ പൊട്ടി OTT റിലീസ് ചെയ്ത സിനിമ നാരായണിൻ്റെ 3 ആൺമക്കൾ. ഇപ്പോൾ നമ്മളൊരു പടം കാണാൻ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നെങ്കിലും അതിനെ ആകർഷിക്കുന്ന ഒന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ഇപ്പോൾ ടൈറ്റിൽ ബോറായി കഴിഞ്ഞാൽ പിന്നെ അത് ഇപ്പോൾ ഈ ഒരു പടം ആരെങ്കിലും തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കുന്നു വിചാരിച്ചു, ഇത് എന്താ പറഞ്ഞിട്ട് നാരായണിൻ്റെ 3 ആൺമക്കൾ എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഒരു ബോറ് പേര്. ഒരു ടൈറ്റിലൊക്കെ ഇടുമ്പോൾ അതിന് മാച്ചാവുന്ന ഒരു ടൈറ്റിൽ എടുത്തോളൂ. ഇപ്പം തന്നെ ഒരു ടൈറ്റിലിൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പം പഴയ പാട്ടുകൾ കാണുള്ളൂ, പഴയ പാട്ടുകളുടെ ആദ്യത്തെ വരി എടുത്ത് സിനിമ പേരാക്കുന്ന കുറേ ഇപ്പോൾ അധികമായിട്ട് വരുന്ന വന്നിട്ടുണ്ട്. ഓടും കുതിര ചാടും കുതിര, അതായത് പഴഞ്ചൊല്ലി. ചില പടം നല്ലതായിരിക്കും, പഴഞ്ചൊല്ലിൻ്റെ ഒരു ഇത് വെച്ചിട്ട് പേരുണ്ടാക്കുന്നത്. അതുപോലെ അത് പിന്നെയും കൊള്ളാം. ഇത് എന്തോ നാരായണിൻ്റെ 3 ഇന്ന് ഈ ഒരു സിനിമയ്ക്ക് ഈ ഒരു ടൈറ്റിലേ മാറ്റല്ല. ഇപ്പോൾ ഈ ഒരു പടമേ ഒരു മോശം പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതെന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഈ പണ്ടൊക്കെ വീക്കിലിക്കകത്തൊക്കെ വരുന്ന ഒരു ഇത് കാണുമല്ലോ, നോവൽ കാണുമല്ലോ, കറക്റ്റ് ആ ഒരു ആ ഒരു നോവലിൻ്റെ ഒരു പേരിൻ്റെ കൂട്ടം എനിക്ക് തോന്നിയത് നാരായണിൻ്റെ 3 ആൺമക്കൾ. പണ്ടത്തെ ആൾക്കാർ ഇപ്പം പറയത്തില്ല നാരായണിൻ്റെ 3 ആൺമക്കൾ. അതുപോലെ തന്നെ ചിലവർ പറയും, വയസ്സായവരൊക്കെ ചിലവർ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു ടൈറ്റിലെ മോശം ടൈറ്റിലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പടം തുടങ്ങുമ്പോൾ ഈ ഒരു തീം പല സിനിമയ്ക്കകത്ത് പല വട്ടമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം MTയുടെ ഒരു നോവൽ ആസ്പദമാക്കി കുറച്ച് എപ്പിസോഡ് വന്നിട്ടുണ്ടായിരുന്നു, മനോരഥങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു നോവലിൻ്റെ ഒരു കുറേ തീമിൻ്റെ ഇടയ്ക്കുള്ളൊരു തീമാണ് ഈ ഒരു തീം എടുത്ത് വന്നിരിക്കുന്നത്. കാരണം ഇതിനകത്ത് നാരായണി എന്ന് പറയുന്നത് 3 പേരുടെ ഒരു അമ്മയാണ്. അപ്പോൾ അവരുടെ മക്കളാണ് ജോജു ജോർജിൻ്റെ സേതു, പിന്നെ അലങ്സിയറിൻ്റെ ആരായിരുന്നു, വിശ്വനാഥൻ, പിന്നെ ഭാസ്കർ, സുരാജ്. ഏറ്റവും മൂത്തത് അലങ്സിയറാണ്. പിന്നെ ഡയറക്ടർ ശരൺ വേണുഗോപാൽ. ഇത് ഞാനൊരു കാര്യം ചോട്ടെ, ഇപ്പം ആദ്യം ഇതിൻ്റെ പ്രൊഡ്യൂസറെയാണ് എടുത്ത് പറയേണ്ടത്. നിങ്ങൾ എന്തുവാണ് ഉദ്ദേശിച്ചത്? എനിക്ക് ഈ ഒരു പടം കേട്ടിട്ട് എന്തോ ഇൻസ്പയർ ആയിട്ട് ഈ പടം ചെയ്യാമെന്ന് തോന്നിയത് പോലും എനിക്കറിയത്തില്ല. പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ജോബി ജോർജ് തടത്തിൽ, ഇങ്ങനെയൊരു പ്രൊഡ്യൂസറാണ് ചെയ്യുന്നത്. ഈ ഒരു പടം കൊണ്ട് ആർക്കും ഒരു ഗുണവും ഉണ്ടാകുന്നില്ല, തിയേറ്ററുകാർക്ക് പോലും ഗുണം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വല്ല സിനിമ പ്രദർശിപ്പിക്കുന്ന എന്തെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി പ്രദർശിപ്പിക്കാം, അതിനുവേണ്ടി മാത്രം കൊള്ളാം. അല്ലാതെ ഈ ഒരു പടം തിയേറ്ററിൽ പോയി ആസ്വദിക്കാനുള്ള ഒന്നുമില്ല. പിന്നെ ഒരു ഇമോഷൻ ടച്ച് ഇതിനകത്തൊന്നും വന്നിട്ടില്ല. തുടക്കം തന്നെ നാരായണി എന്ന് പറയുന്നത് അവർ വയ്യാതെ കിടക്കുക, വയസ്സായി, ഇപ്പോൾ മരിക്കാറായി കിടക്കുന്ന ഒരാൾ. അപ്പോൾ അവരുടെ 3 പേര് ഏറ്റവും അവസാനം കാണുന്നു. ബാക്കിയെല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അതിനകത്ത് ഇമോഷൻ ടച്ചൊന്നും ഇല്ല, ചുമ്മാതെ ഒരു പടം. പിന്നെ ഇതിനകത്ത് അലങ്സിയറിൻ്റെ വിശ്വനാഥിൻ്റെ മോളായിട്ട് വന്നത് ഗാർഗി ആനന്ദൻ. അപ്പോൾ എനിക്കത് കാസ്റ്റിങ്ങും കുഴപ്പമില്ല, ആക്ട്രസ് ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്തൊക്കെ ചുമ്മാതെ എടുത്തിട്ടേക്കുന്നില്ല, ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. പിന്നെ അതിനകത്ത് ബോറായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ആനന്ദത്തിലെ ഒരു പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്, അത് ഭാസ്കർ, സുരാജിൻ്റെ മോനായിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ പേര് നിഖിൽ. ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത് പുള്ളി ഒറ്റ നോട്ടത്തിലെ കണ്ടപ്പോഴേ കഞ്ചാവായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കുറേ കാര്യങ്ങൾ കഴിയുമ്പോൾ, കുറച്ച് സീനുകൾ കഴിയുമ്പോൾ പുള്ളി അത് തന്നെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പുള്ളി ഇങ്ങനെ ഇരിക്കും, കറക്റ്റ് എവിടെയെങ്കിലും ഒരു കണ്ണ് അടഞ്ഞ് ആയിട്ടിരിക്കും. പിന്നെ ഡയലോഗ് ഡെലിവറി ഒക്കെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ടോട്ടലി മൊത്തം ഇവരുടെ 3 പേരുടെ അഭിനയം കൊള്ളാം, അതായത് ജോർജിൻ്റെയും അലക്സിയറിൻ്റെയും സുരാജിൻ്റെയൊക്കെ അഭിനയം കൊള്ളാം. പക്ഷേ ഒരു ഇമോഷൻ ടച്ച് കിട്ടിയിട്ടില്ല. ഈ ഒരു പടത്തിന് നമ്മൾ കാണുമ്പോൾ ഒരു ഇമോഷൻ ടച്ച് വേണ്ട. ഇമോഷൻ ടച്ച് ഇതിനകത്ത് ഒന്നിലും വന്നിട്ടില്ല. രാഹുൽ രാജാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. ഒരിടത്തും ചിലയിടത്തൊക്കെ കുത്തിക്കയറ്റി മ്യൂസിക് ഇടുന്നതിലൂട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതിനകത്ത് കുറച്ച് ബന്ധപ്പെടാത്ത കുറച്ച് സീനുകളുണ്ട്. നാരായണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വയ്യാതിരിക്കുന്നു, അവരെ ബേസ് ചെയ്ത് പടം പോകുന്നുണ്ട്. അതിനുശേഷം എന്തൊക്കെ കാണിക്കുന്നത്, അവരെല്ലാവരും കൂടി ഇരുന്ന് ചോറ് കഴിക്കുന്നു, പിന്നെ അടുത്ത ദിവസം വേറെ പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും ഇതുണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, അലക്സിയറും സുരാജും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്ദുതലും ഉണ്ടാകുന്നു, ജോർജിനെ മണ്ടാന്ന് വിളിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ മറ്റേ നിഖിലും മറ്റേ ആതിര, അലക്സിയറിൻ്റെ മോള് ആയിട്ടാണെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ഇതായിട്ട് കാണിക്കുന്നത്. പിന്നെ ഈ ആതിരയുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവരുന്നുണ്ട്, ബോറ് ക്യാരക്ടർ. മൊത്തം കാസ്റ്റിങ്ങും ബോറ്, ടോട്ടലി ഒരു ഇമോഷനും ഒന്നും ഇല്ലാത്ത. നമ്മളൊരു പടം എടുക്കുമ്പോൾ അതിനകത്ത് ഒരു ഇമോഷൻ വേണം. അതായത് ഇപ്പോൾ അമ്മയുടെ ഒരു ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ അവർ വയ്യാതെ കിടക്കും, അപ്പോൾ അവരുടെ ഒരു ഇമോഷൻ എന്തെങ്കിലും അതിനകത്ത് കാണിക്കണം. ഇതിനകത്ത് ഒന്നുമില്ല. അവരുടെ പണ്ടത്തെ കാര്യങ്ങളും ഇല്ല, ഒന്നത്തെ കാര്യങ്ങളും ഇല്ല, ഒന്നുമില്ല. ചുമ്മാതൊരു തട്ടിക്കൂട്ടി എടുത്ത ചുമ്മാതെ ഒരു പടം, അല്ലാതെ ഇതിനകത്തെങ്ങും ഇമോഷനും ഇല്ല. ഇത് പ്രദർശിപ്പിക്കാനും ആരും കയറി കാണത്തില്ലെന്ന് തോന്നുന്നു, അത്രയ്ക്കും പിന്നെ ഇതിനകത്ത് ഷെല്ലി കിഷോറുണ്ട്, അതായത് മിന്നൽ മുരളിക്കകത്ത് ഉഷ. അവർ നല്ല ക്യാരക്ടർ കിട്ടി അവർ ചെയ്യാം, അവർക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനൊന്നുമില്ല. ചുമ്മാതെ ഒരു തട്ടിക്കൂട്ട് ഒരു പടം. നമുക്ക് ഇമോഷൻ ചെയ്യാൻ വേറെ ഒന്നും വേണ്ട. ഇപ്പം നമ്മൾ പണ്ടത്തെ ഒരു ഹോളിവുഡ് സിനിമ ഉണ്ടായിരുന്നു, കോസ്റ്റബേ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു ബോളിനോട് ഇഷ്ടം തോന്നിയിട്ട് അതൊക്കെ മതി. പിന്നെ അതൊക്കെ മതി. അല്ലാതെ
ഒന്നുമില്ലാത്ത ഒരു 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 ചുമ്മാ തട്ടിക്കൂട്ടി എടുത്തൊരു പടം. അതാണ് എനിക്ക് തോന്നിയത് നാരായണിൻ്റെ 3 ആൺമക്കൾ. അപ്പോൾ ഇത്രയുള്ള അടുത്തൊരു വീട്ടിൽ ബൈ.